إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، وإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. ആദരവുള്ള സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന്റെ ദീനനുസരിച്ച് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും അതിന്റെ ഗൗരവത്തിൽ ഉണർത്തുന്നു. തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യവിശ്വാസികളെ, അള്ളാഹു നമുക്ക് നൽകിയ പല സമ്പത്തുകളുമുണ്ട്. അതെല്ലാം നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുവാൻ നാം ധാരാളം പ്രയത്നിക്കാറുണ്ട്. ഭൂമിയിൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും മുഖ്യമായ സമ്പത്താണ് നമ്മുടെ മക്കൾ. ഒരുപാട് ഖുതുബകൾ നാം കേൾക്കാറുണ്ട്. മാതാപിതാക്കളോടുള്ള കടമകൾ, ഭാര്യമാരോടുള്ള കടമകൾ, ഭർത്താവിനോടുള്ള കടമകൾ, മുതിർന്നവരോടുള്ള കടമകൾ, ഒരുപാട് കടമകൾ നാം കേൾക്കാറുമുണ്ട്. എന്നാൽ പൊതുവെ നാം ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, മക്കളോടും നമുക്ക് ഒരുപാട് കടമകളുണ്ട്. ആ കടമകൾ നാം ശരിയായി പൂർത്തീകരിച്ചില്ലെങ്കിൽ പിന്നീട് നാം തന്നെ ഖേദിക്കേണ്ടി വരും. പല രക്ഷിതാക്കളും സങ്കടം പറയാറുണ്ട്, മക്കൾ അനുസരിക്കുന്നില്ല, മാതാപിതാക്കളെ കയർത്ത് സംസാരിക്കുന്നു, മാതാപിതാക്കളെ അടിച്ചിറക്കുന്ന മക്കൾ വരെയുണ്ട്. ഈ കഴിഞ്ഞ റമദാനിൽ ഒരു പ്രവാസിയായ ഒരാൾ, ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നോമ്പിൽ ഒരു മാസം നാട്ടിൽ നിൽക്കണമെന്ന്. നാട്ടിലേക്ക് വന്നു. പള്ളിയിൽ പോയി തറാവി നമസ്കരിക്കുവാൻ മകനെ കണ്ടില്ല. കൗമാരപ്രായക്കാരനായ മകനാണ്, 17 വയസ്സുള്ള മകൻ. മകനെ കാണുന്നില്ല പള്ളി. ഓരോ 2 റക്അത്തിൽ സലാം വെട്ടുമ്പോഴാണ് നോക്കി, തിരിഞ്ഞും മറിഞ്ഞും നോക്കി, മകനില്ല. ഇയാൾ തിരിച്ച് വരുമ്പോ ഒരു കലുങ്കിൽ, ഒരു മോരിയിലിരുന്ന് കുറെ കുട്ടികൾ പുകവലിച്ച് ഇങ്ങനെ സ്വറ പറയുന്നുണ്ട്, പള്ളിക്ക് വരാത്ത യുവാക്കൾ. ഇയാൾ നോക്കുമ്പോൾ ഇയാളെ മകനുണ്ട് കൂട്ടത്തിൽ. വല്ലാത്ത സങ്കടമായി. ഒരുപാട് കാലമായി അധ്വാനിക്കുകയാണ് അയാൾ മക്കളെ നന്നാക്കാൻ പോകുന്നത്, മക്കളുടെ ഭാവി ജീവിതം നല്ലതാക്കുവാൻ വേണ്ടി. എന്തായാലും വീട്ടിലേക്ക് എത്തി ഭാര്യയോട് പറഞ്ഞു, മകനവിടെ, അവൻ പള്ളി പോകാറുണ്ട്, എപ്പോഴും പോകാറുണ്ടോ? എപ്പോഴും പോകാറുണ്ട്, എന്നും പോയിട്ട്. എന്തായാലും മകൻ വന്നു. ഇയാളെ മകനോട് കയറ്റ് സംസാരിച്ചു, നീ എന്താ പള്ളിയിൽ വരാത്തത്? അങ്ങനെ സംസാരം മൂത്ത് ബാപ്പ മകനൊരു അടി കൊടുത്തു. ഇതേതോ കഥകളിലുള്ളതല്ല, സംഭവിച്ചതാണ്. തിരിച്ച് മകൻ ബാപ്പാക്കും അടിച്ചു, മുഖത്തേക്ക് അടിച്ചു ബാപ്പ. അല്ലാതെ സങ്കടമായി. 10-18 വർഷം ഇവന് വേണ്ടിയാണ് അധ്വാനിച്ചത്.
ഇവരെ മദ്രസയിലേക്ക് അയച്ചിരുന്നു 9ാം ക്ലാസ് വരെ. അപ്പൊ മക്കൾക്ക് നാം നൽകേണ്ടുന്ന ചില അതവുകളുണ്ട്. അത് വീട്ടിൽ നിന്ന് ലഭിക്കേണ്ടതാണ്. അത് ലഭിച്ചില്ല എങ്കിൽ പിന്നീട് നമ്മുടെ മക്കൾ തന്നെ നമുക്ക് ശത്രുക്കളായി വരും. മദ്രസയിൽ ഒരു ദിവസം ഉസ്താദ് എന്തോ പറഞ്ഞു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൻ ഉസ്താദിനോട് കയറ്റി സംസാരിച്ച് പുസ്തകം എറിഞ്ഞ് വീട്ടിലേക്ക് നടന്നു. വാപ്പ ഗൾഫിൽ നിന്ന് വന്ന സമയമായിരുന്നു. ചിന്തിക്കാൻ വേണ്ടി പറയാണ്, കഥ പറയുക. ആരാണ് നിന്നെ പുറത്താക്കിയത്? ഇന്ന് ഉസ്താദ് പുറത്താക്കിയതല്ല, കുട്ടികൾക്ക് പോയത്. അപ്പം തന്നെ തിരിച്ചു വന്ന് മകനെയും കൂട്ടിയിട്ട് സാധാരണ രക്ഷിതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഉസ്താദ്മാരോടാണെങ്കിലും പിന്നെ സ്കൂളിലെ ടീച്ചർമാരോടാണെങ്കിലും, നിങ്ങൾ എന്നാണോ വളർത്തുന്നത്? ഞാനാണ് കഷ്ടപ്പെട്ട് ഇവനെ വളർത്തുന്നത്. ഇവരെ ശാസിക്കുവാനും പഠിക്കാനും നിങ്ങൾക്ക് എന്ന അധികാരം എല്ലാ മക്കളുടെ മുമ്പിൽ വെച്ച് ഈ ഉസ്താദിനെ നല്ലോണം അപമാനിച്ചു. ഇപ്പൊ എന്തായി? അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പഠിക്കേണ്ട സമയത്ത് എന്തുകൊണ്ട് ആ കുട്ടി വഴിവേശു പോയി? ആരാണ് ഇതിന് മാതൃക കാണിച്ചു കൊടുത്തത്? ആരാണ്? ഗുരുനാഥന്മാരെയും മുതിർന്നവരെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കാത്തവനാരാണ്? ഉസ്താദാണ്? അല്ല, ഈ ബാപ്പനെ കണ്ടിട്ടാണ് മകൻ പഠിക്കുന്നത്. നമുക്കിത് കേൾക്കുമ്പോൾ ഒരു കഥയായി തോന്നും പലപ്പോഴും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ വീടുകളിൽ ഇങ്ങനെ കേൾക്കാൻ സാധ്യതയാണ്. അത് മക്കളാണ് നമ്മുടെ സന്തോഷം, നമ്മുടെ പ്രതീക്ഷ നമ്മുടെ മക്കളാണ്. മക്കൾ തന്നെ ഭാരമായി കഴിഞ്ഞ പല രക്ഷിതാക്കളുമുണ്ട്. അതുകൊണ്ട് നാം മക്കളുടെ കാര്യത്തിൽ നല്ലോണം സൂക്ഷിക്കണം. ഒരുപാട് കടമകളുണ്ട് മക്കളോട് നമുക്ക്. മക്കൾ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അതിനുതകുന്ന രൂപത്തിൽ നാം അവരെ വളർത്തേണ്ടതുണ്ട്. മക്കളോടുള്ള കടമകളൊന്നും നിർവഹിക്കാതെ അവസാനം മക്കൾ വഴിപിഴക്കുമ്പോൾ പേടിച്ച് ദുഃഖിച്ച് സങ്കടപ്പെട്ട് കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഒരു പരിധിവരെ കാരണക്കാരൻ നാം തന്നെയാണ്. മാതാപിതാക്കളാണ് അതിന് കാരണക്കാർ. രക്ഷിതാക്കളോട് മക്കൾക്കുള്ളതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് മക്കളോടും ഒരുപാട് കർത്തവ്യങ്ങളുണ്ട്, കടമകളുണ്ട്. മക്കളെ പറ്റി അല്ലാഹു എന്താ പറഞ്ഞതെന്നറിയാം. വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം. വഅലമൂ, നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. അന്നമാ അംവാലുകും, തീർച്ചയായും നിങ്ങളുടെ സ്വത്തുക്കൾ, വഔലാദുകും, നിങ്ങളുടെ മക്കളും, ഫിത്ന, അതൊരു ഫിത്നയാണ്, ഒരു പരീക്ഷണമാണത്. പരീക്ഷിക്കുകയാണ് അല്ലാഹു നമുക്ക് സ്വത്ത് തന്നിട്ടും മക്കളെ തന്നിട്ടും. വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അദീം, തീർച്ചയായും അല്ലാഹുവിന്റെ അരികിലാണ് മഹത്തായ പ്രതിഫലമുള്ളത്. നാം മരണശേഷവും നമ്മുടെ മക്കൾ നമുക്ക് ഉപകരിക്കണം. അതിന് നാം അവർക്ക് മതപരമായ അറിവുകൾ നൽകേണ്ടതുണ്ട്. പുസ്തകങ്ങളിലുള്ള അറിവുകൾ മാത്രമല്ല, നമ്മുടെ സ്വഭാവം അതിനനുസരിച്ചുള്ളതാക്കണം. മക്കളോടുള്ള പെരുമാറ്റം മക്കളെ നാം വളർത്തേണ്ടത്. ഇല്ലെങ്കിൽ ഈ പരീക്ഷണത്തിൽ നാം പരാജയപ്പെട്ടു പോകും. മറ്റൊരു ആയത്തിൽ അല്ലാഹു പറയുന്നത് നോക്കൂ. ഇന്നമാ അംവാലുകും വഔലാദുകും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അദീം. അതേ കാര്യം തന്നെ. നിങ്ങളുടെ സ്വത്തുക്കളും മക്കളും നിങ്ങൾക്ക് ഫിത്നയാണ്, പരീക്ഷണമാണ്. അല്ലാഹുവിന്റെ അരികിലാണ് മഹത്തായ പ്രതിഫലമുള്ളത്. ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകും, ഒന്നും ഉണ്ടാവുകയില്ല. എന്നാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനങ്ങൾ അവന് ഉപകരിക്കും. അങ്ങനെ ഉപകരിക്കുന്ന മക്കളാകണമെങ്കിൽ രക്ഷിതാക്കളായ നാം നമ്മുടെ മാതാപിതാക്കൾക്ക് അതുപോലുള്ള മക്കളായി വളരണം. എന്നിട്ട് നാം നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. നാം നമ്മുടെ പിതാക്കളോട്, മാതാക്കളോട്, നമ്മുടെ അച്ഛന്മാരോട്, അച്ഛന്മാരോടൊക്കെ നമ്മൾ എങ്ങനെയാണ് പെരുമാറ്റം, അതുപോലെ ആയിരിക്കും നമ്മുടെ മക്കൾ നമ്മോട് പെരുമാറുക എന്നുള്ളത് നാം മനസ്സിലാക്കുക. പരീക്ഷണത്തിൽ വിജയിക്കാൻ കഴിയണം. മക്കൾ രക്ഷിതാക്കളുടെ ശത്രുക്കളായേക്കാം. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അല്ലാഹു. അതുവല്ലക്കും, നിങ്ങളുടെ ശത്രുവാകും മക്കൾ. അല്ലാഹു പറയുന്നു
يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم يا أيها الذين آمنوا وسدوا إن من أزواجكم തീർച്ചയായും നിങ്ങളുടെ ഭാര്യമാരിലുണ്ട് വഔലാദിക്കും നിങ്ങളുടെ മക്കളിലുമുണ്ട് അദുവ്വല്ലക്കും നിങ്ങളുടെ ശത്രുക്കളുണ്ട്. ഏതാ നമ്മുടെ ഏറ്റവും വലിയ ശത്രു? പിശാചാണ്. പിശാചിന്റെ ഡ്യൂട്ടി എന്താണ്? നമ്മളെ എങ്ങനെയെങ്കിലും തൗഹീദിൽ നിന്ന് അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് മാറ്റി നരകത്തിലേക്ക് കൊണ്ടുപോവുക. അതാണ് പിശാചിന്റെ ഡ്യൂട്ടി. അതേ ഡ്യൂട്ടി നമ്മുടെ മക്കളെ ചെയ്യും. ശത്രുവാകും നമ്മുടെ മക്കൾ. ഫഹദറൂഹും അതുകൊണ്ട് അവരെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക, ജാഗ്രതരാവുക. നിങ്ങൾ മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ജാഗ്രതരാവുക. നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്താൽ, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്താൽ, നിങ്ങൾ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുകയും ചെയ്താൽ, അല്ലാഹു ഏറെ പൊറുക്കുന്നവരും കാരുണ്യം ചെയ്യുന്നവരുമാകും. മക്കൾ തന്നെ ശത്രുക്കളായ എത്ര കഥകളാണ് നാം ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്കും സങ്കടമുണ്ട് മക്കൾ അങ്ങനെ ആയതിന്, അവർ പുകവലിക്കാരായതിന്, ലഹരി ഉപയോഗിക്കുന്നതിന്, അവർ നമസ്കാരം ഒഴിവാക്കുന്നതിന് ഒക്കെ നാം സാക്ഷികളാണ്. പലപ്പോഴും പല ആളുകളോട് നാം സങ്കടം പറയാറുണ്ട്. അതിന് നാം ആദ്യം മുതലേ തുടങ്ങണമായിരുന്നു. ഫസ്റ്റ് തുടങ്ങണം. നിസാഅത്തും ഹർഫുല്ലക്കും ഹർഫക്കും അന്നാശിക്കും എന്ന്. കൃഷിയിടം നല്ലതാകണം. ഒരു കൃഷി നന്നാവണമെങ്കിൽ ആ കൃഷിയിടം അവരെവിടെയാണോ കൃഷിയാണെന്ന് ആ മണ്ണ് നല്ല മണ്ണായിരിക്കണം. ആ മണ്ണിൽ ഇവരിടുന്ന വിത്തും നല്ല വിത്തായി. ഇതിൽ ഏതെങ്കിലും ഒന്ന് പിഴച്ചാൽ അവിടെ നല്ല വിളവുകൾ ഉണ്ടാവുകയില്ല. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ആലോചിക്കണം. കല്യാണം കഴിക്കാത്തവർ കൂടുതൽ ശ്രദ്ധിക്കണം. യുവാക്കൾ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ, യുവാക്കളും യുവതികളും ഇണകളെ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് ദീനിനെയാണ്. സ്ത്രീയായാലും പുരുഷനായാലും ആ ദീനിനെ തിരഞ്ഞെടുക്കുക. ദീനുള്ളവരെ തിരഞ്ഞെടുക്കുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, മക്കൾ നന്നാവാൻ. അവിടെ പലപ്പോഴും നാം പിഴച്ചു പോകുന്നു. നല്ല ഭാര്യയെ, നല്ല ഭർത്താവിനെ തിരഞ്ഞെടുക്കുവാൻ കഴിയണം നമുക്ക്. നമ്മുടെ മക്കൾക്ക് അതിന് നാം പ്രചോദനമാകണം. നമ്മുടെ മക്കൾക്ക് വേണ്ടി നാം വിവാഹം ആലോചിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മറ്റു പലതും നോക്കും നാം. എന്നാൽ മതവിദ്യാഭ്യാസം പറ്റിയോ അതവിനെ പറ്റിയോ പലതും നാം നോക്കാറില്ല. പെൺകുട്ടികൾക്കാണെങ്കിൽ ആൺകുട്ടികൾക്കാണെങ്കിൽ. മഹാനായ ഒരു വ്യക്തി പറയുകയാണ്, അബുൽ അസ്വദ് അദ്ദേഹം തന്റെ മകനോട് പറയുകയാണ്, നിനക്ക് വേണ്ടി നീ ജനിച്ചതിന് ശേഷവും നീ ജനിക്കുന്നതിന് മുമ്പും ഞാൻ നല്ലത് തിരഞ്ഞെടുത്തിട്ടുണ്ട്, നല്ലത് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ചെറുപ്പത്തിലും പ്രായത്തിലും ജനനത്തിന് മുമ്പും ഞാൻ നന്മ ചെയ്തിട്ടുണ്ട്. മക്കൾ ചോദിച്ചു, മകൻ ചോദിച്ചു, ജനിക്കുന്നതിന് മുമ്പ് എന്ത് നന്മയാണ് നിങ്ങൾ എനിക്ക് നൽകിയത്? അദ്ദേഹം പറഞ്ഞു, നിന്റെ ഉമ്മാനെ ഞാൻ തിരഞ്ഞെടുത്തത് നീ നന്നാകാൻ വേണ്ടിയിട്ടാണ്, ദീന് നോക്കിയിട്ടാണ് തിരഞ്ഞെടുത്തത്. ആ തെരഞ്ഞെടുപ്പിൽ നാം പരാജയപ്പെട്ടാൽ, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ റിസൾട്ട് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മൾ, ദുനിയാവിന്റെ ഒരു തെരഞ്ഞെടുപ്പിൽ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ വരും. വിവാഹം എന്നൊക്കെയുള്ളതിന്റെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ നാം സൂക്ഷ്മത പാലിച്ചില്ല എങ്കിൽ ഭാവിയിൽ വലിയ അപകടം നമ്മുടെ മുന്നിലുണ്ട്. അതിനാലാണ് ദീനുള്ള ഭാര്യയെ തിരഞ്ഞെടുക്കുവാൻ, ഭർത്താവിനെ തിരഞ്ഞെടുക്കുവാൻ അല്ലാഹു റസൂൽ നമ്മോട് കൽപ്പിക്കുന്നത്. ഇരു ലോകത്തും ഉപകാരപ്രദമായ മക്കളെ ലഭിക്കുവാൻ നാം ദുആ ചെയ്യണം. ഉള്ള മക്കൾ നന്നാവാൻ വേണ്ടിയും ഉണ്ടാകുന്ന മക്കൾ, ഇനി ഭാവിയിൽ ഉണ്ടാകാനുള്ള മക്കൾ, അവരുടെ നന്മക്ക് വേണ്ടിയും ഒക്കെ നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇബാദുർ റഹ്മാന്റെ വിശേഷണങ്ങൾ പറയുമ്പോൾ അല്ലാഹു പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ നല്ല അടിമകളെ അല്ലാഹു എടുത്തു പറയുന്നു. ഒരുപാട് ഉദാഹരണങ്ങൾ അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നെ അവരുടെ ലക്ഷണം. അതിൽപ്പെട്ട ഒന്നാണ്
അവർ പ്രാർത്ഥിക്കും, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഹബ് ലനാ, ഞങ്ങൾക്ക് നീ നൽകണമേ, മിൻ അസ്വാജിന, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും, വദുർരിയാതിന, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും, ഖുർറത അയ്യുനിൻ, കൺകുളിർമ നൽകണമേ, മനസ്സമാധാനം നൽകണമേ, മനസ്സിന് സന്തോഷം നൽകണമേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ നീ ഒരു മാതൃകയാക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥന വേണം. ആദ്യം വേണ്ടത് നമ്മുടെ തെരഞ്ഞെടുപ്പ് നന്നായിരിക്കണം, നമ്മുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കണം എപ്പോഴും. والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. പ്രാർത്ഥന നാം പഠിക്കണം. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞ പല പ്രാർത്ഥനകളും നമുക്കറിയാം. എങ്കിലും അല്ലാഹു പറഞ്ഞു തന്ന അതേ വാചകത്തിൽ നാം പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് വലിയ മഹത്വമുള്ള കാര്യം തന്നെയാണ്. സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിന് മക്കളുണ്ടായിരുന്നില്ല. മറിയം ബീവിയുടെ അരികിൽ പോയപ്പോൾ അത്ഭുതകരമായി അവിടെ ആശീഷമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കണ്ടു. മറിയമിനോട് സക്കരിയ ചോദിച്ചു, യാ മറിയം അന്നാ ലകി ഹാദ, ഓ മറിയം, ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചപ്പോൾ മറിയം പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ അരികിൽ നിന്നാണ്, ഹാദാ മിൻ ഇൻദില്ലാ. ഇത് കണ്ടപ്പോൾ സക്കരിയ നബി അലൈഹിസ്സലാം, മക്കളില്ലാതിരുന്ന സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ ഖാല റബ്ബി ഹബ് ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബഹ ഇന്നക സമീഉദ് ദുആ. അവിടെ വെച്ച് സക്കരിയ പ്രാർത്ഥിച്ചു, റബ്ബി ഹബ് ലി, അല്ലാഹുവേ നീ എനിക്ക് തരണമേ, മിൻ ലദുൻക, നിന്നിൽ നിന്ന്, നിന്റെ പക്കൽ നിന്ന്, ദുർരിയതൻ ത്വയ്യിബ, വെറും മക്കളെ തരണേ എന്ന് പ്രാർത്ഥിച്ചതല്ല, ദുർരിയതൻ ത്വയ്യിബതൻ, നല്ല മക്കളെ തരണേ പ്രാർത്ഥിച്ചു. മക്കളായിട്ടില്ല, വയസ്സായി, മക്കളായിട്ടില്ല, മക്കളാകേണ്ട പ്രായമൊക്കെ ആയി, അവിടെയും പ്രാർത്ഥിച്ചു. അങ്ങനത്തെ ഒരു കുട്ടീനെ തന്നെ എന്നല്ല, ദുർരിയത്തുൻ ത്വയ്യിബ, നല്ല സന്താനത്തെ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. മുമ്പേ പ്രാർത്ഥിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നോക്കൂ, റബ്ബി ഹബ് ലി മിനസ് സ്വാലിഹീൻ, റബ്ബേ എനിക്ക് സ്വാലിഹായ സന്താനങ്ങളെ തരണമേ. ഇബ്രാഹിം നബി വെറും സന്താനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതല്ല, അതോടൊപ്പം ഒരു കയ്യിൽ വെച്ച് സ്വാലിഹീൻ, സ്വാലിഹായ സന്താനത്തിന് തരണമേ എന്നുള്ള പ്രാർത്ഥന. നമ്മുടെ പ്രാർത്ഥനകളിൽ ഇതുണ്ടാകണം. മക്കളാകുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിക്കണം, എനിക്ക് തരുന്ന കുഞ്ഞ് അത് ത്വയ്യിബത്തായിരിക്കണം, സാലിഹായിരിക്കണം, ഉള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് എനിക്ക് നീ മനസ്സിന് സന്തോഷം നൽകണമേ എന്നൊക്കെ നാം പ്രാർത്ഥിക്കണം. അതുപോലെ മക്കളോടുള്ള നമ്മുടെ കടമകളിൽ പെട്ടതാണ് നല്ല പേര് വിളിക്കുക എന്നത്. നല്ല പേര് വിളിക്കണം. ട്രെൻഡുകൾ നോക്കി പേരിടരുത്. ആദ്യത്തെ അക്ഷരം, രണ്ടാമത്തെ അക്ഷരം, വാപ്പാന്റെ പേരിന്റെ ആദ്യത്തെ അക്ഷരം, ഉമ്മാന്റെ പേരിന്റെ അവസാനത്തെ അക്ഷരം നോക്കി അവസാനം മദ്രസയിൽ ചേർക്കാൻ പറഞ്ഞു. ഉസ്താദിനെ അറിയുന്നില്ല, ഇതെങ്ങനെ എഴുതണം എന്ന് അറിയുന്നില്ല, എന്ത് പേരാണ്, അതിന്റെ അർത്ഥം എന്താ, ഒരു ഡിക്ഷണറിയിലും ഇല്ല. അങ്ങനത്തെ പേരും കൊണ്ട് ചില ആളുകൾ അവർക്ക് തോന്നിയ പേരിട്ട് അവസാനം ഇതിന്റെ അർത്ഥം എന്ത്, ഡിക്ഷണറി എല്ലാം മറിച്ച് നോക്കി എവിടെ ഇങ്ങനത്തെ ഒരു വാചകം കാണുന്നു. ഇപ്പൊ എന്തായാലും പേരിടുമ്പോ നല്ല പേരിടണം. നല്ല പേരുകൾ അപ്രത്യക്ഷം, പുതിയ പേര്, ആരും കേൾക്കാത്ത പേര് എല്ലാം ആകണമെന്നാണ് എല്ലാവർക്കും ആഗ്രഹം. നല്ല തന്നെയാണ്. ഒരേ നാട്ടിൽ ഒരേ പേരുള്ള കുറേ ആളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കണ്ട പേര് വരും. ഒരേ പേരുള്ള മുമ്പെല്ലാം അങ്ങനെയാണ്, ഒരേ നാട്ടിൽ ഒരേ പേരുള്ള കുറേ ആളുകളുണ്ട്. അപ്പോൾ ഒരു നീളമുള്ള ആളാണെങ്കിൽ അയാൾക്ക് ആ പേര് വരും, ഒരു തോണിക്കിന് പേര്. ചെറിയ ഒരാളാണെങ്കിൽ ഒരു പുള്ളന് പേര്. അങ്ങനെയല്ല പേര് വരാൻ സാധിക്കും. അങ്ങനെയല്ല. എങ്കിലും നാം പേരിടുമ്പോൾ ട്രെൻഡ് നോക്കാതെ ഈ മക്കളെ കൊണ്ട് എന്തായി തീരണം, മക്കൾ എന്തായി തീരണം എന്നുള്ള ഒരു ചിന്ത ആ പേരിൽ തന്നെ നമുക്ക് വേണം. ഒരു നല്ല ഉദ്ദേശം വേണം. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി തആല അബ്ദുല്ലാഹി വ അബ്ദുറഹ്മാൻ. അല്ലാഹു പേരുകളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പേര് അബ്ദുള്ള, അബ്ദുറഹ്മാൻ പോലുള്ള പേരുകളാകുന്നു എന്ന്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പുതിയതായിട്ട് ജനിച്ച കഴിഞ്ഞ 100 കുട്ടികൾ ജനിച്ചു കരുതുക, ഏതെങ്കിലും ഒരു കുട്ടിക്ക് അബ്ദുറഹ്മാൻ അബ്ദുള്ള ഉണ്ടാവും. ആ പേര് പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അത് ഇൻട്രസ്റ്റ്, അത് പഴയത്.
അത് കഴിഞ്ഞാൽ പേരിട്ട് എന്ന് തന്നെ കരുതുക. ആ പേര് നമ്മൾ വിളിക്കൂല, മറ്റു പലത് അത് ചുരുക്കിയിട്ടോ കൂട്ടിയിട്ടോ അങ്ങനെയെങ്കിലും വിളിക്കും. അപ്പൊ നല്ല പേരുകൾക്ക് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അബ്ദ് കൂട്ടിയിട്ട് ആരുടെ പേര്, അള്ളാഹുവിന്റെ പേരിനോട് കൂടെ അബ്ദ് കൂട്ടിയിട്ടുള്ള പേരുകൾ. എന്നാൽ പലപ്പോഴും നമ്മുടെ പേരുകൾ അബ്ദ് കൂട്ടിയിട്ടുള്ള പേരുണ്ട്. അബ്ദ് എന്ന് പറഞ്ഞാൽ ദാസൻ, അടിമ എന്നൊക്കെയാണ്. എന്തോ പേര് അതിന്റെ കൂടെ ഒരു അബ്ദുൽ. ഈ എല്ലാം നോക്കി അസ്മാഉൽ ഹുസ്ന മുഴുവനും നോക്കി അതിലേത് പേരില്ല, അതിലേത് ഈ പേരില്ല. മദ്രസയിൽ പണ്ട് ഒരു കുട്ടി ചേർക്കാൻ വന്ന കുട്ടിന്റെ പേര് അബ്ദു മനാഫ് എന്നായി. ഞാൻ ഉണ്ടായിരുന്നത് അബ്ദു മനാഫ്. ഞാൻ ചോദിച്ച രക്ഷിതാവിനോട് ഇത് എന്ത് പേരാണ്, ഇങ്ങനെ ഒരു പേരിടാൻ പാടില്ല. മനാഫ് എന്ന അള്ളാഹുവിന് ഒരു നാമമില്ല, പിന്നെ അങ്ങനെ അബ്ദു മനാഫ്? അല്ല, നബിന്റെ ഉപ്പാപ്പാന്റെ പേരല്ല അബ്ദുള്ള, അബ്ദുൽ മുത്തലിബ്, അബ്ദു മനാഫ്. മനാഫി എന്ന് പറഞ്ഞാൽ അവർ ആരാധിച്ചുകൊണ്ടിരുന്ന കഴയിൽ ഉണ്ടായിരുന്ന ഒരു ബിംബത്തിന്റെ അവരുടെ സങ്കല്പത്തിലുള്ള ദൈവത്തിന്റെ പേരായി. ഇപ്പൊ ശിവദാസൻ എന്നുള്ള മാത്രം ഒരു പേരാണ്, ശിവന്റെ ദാസൻ എന്നുള്ള പേര് അബ്ദു മനാഫ്. അങ്ങനെ നല്ല ബർക്കത്തിന് ഇട്ടതാണ്. ആരോടും ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. അപ്പൊ അബ്ദു കൂടി പേരിടുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ അപ്പുറമുള്ളത് അള്ളാഹുവിന്റെ നാമങ്ങളിൽ വെച്ച് ഏതെങ്കിലും ഒന്നാണോ എന്ന് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു അല്ലാത്തതിലേക്ക് ചേർത്ത് പേരുകൾ ഇടലും ആത്മപ്രശംസയുണ്ടാക്കുന്ന പേരുകൾ ഇടലൊന്നും പാടില്ല. ഷഹൻഷാ, മാലിക്കുൽ മുൽക്ക് എന്നൊന്നും പേരിടാൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നല്ല സമ്പാദ്യം മാത്രം ഭക്ഷിക്കണം മക്കൾക്ക്. എങ്ങനെയെങ്കിലും മക്കളെ വളർത്തുക എന്നുള്ള ചിന്ത ഉണ്ടാക്കാൻ പാടില്ല. ഈ മക്കൾക്ക് നാം കൊടുക്കുന്ന ഭക്ഷണം അത് ഹലാലായിരിക്കണം. ഹലാലായ ഭക്ഷണമാണ് നൽകേണ്ടത്. എങ്കിൽ മക്കൾ നല്ല മക്കളാകും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അവർക്ക് നല്ല ഉപദേശങ്ങൾ ഉപദേശിച്ചുകൊണ്ടേയിരിക്കണം മക്കളെ. നല്ല ഉപദേശങ്ങൾ, നമസ്കരിക്കുവാനും നന്മ ചെയ്യുവാനും ഒക്കെ മക്കളെ ഉപദേശിക്കണം. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മക്കളോടുള്ള ഉപദേശങ്ങൾ സൂറത്തുൽ ലുഖ്മാൻ വായിച്ചു നോക്കിയാൽ നമുക്ക് ഒരുപാട് ഉപദേശങ്ങൾ കാണാൻ സാധിക്കും. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ നീ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുക, അതിന് നീ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പി കൊടുക്കുക, അതിനു വേണ്ടി നീ സഹനം അവലംബിക്കുകയും ചെയ്യുക. നിന്നോട് ഞാൻ റിസ്ക് ചോദിക്കുന്നില്ല. അല്ലാഹു പറയാണ്, നിന്നോട് ഞാൻ റിസ്ക് ചോദിക്കുന്നില്ല. നഹ്നു നർസുഖുക, ഞാനാണ് നിനക്ക് റിസ്ക് തരുന്നത്. വൽ ആഖിബതു ലിത്തഖ്വ, അവസാനം വിജയിക്കുക മുത്തഖികളാണ്. സൂറത്തുൽ താഹയിലുള്ള ആയത്താണ്. അതുപോലെ ലുഖ്മാൻ അലൈഹിസ്സലാം പറയുന്ന കുറേ ഉപദേശങ്ങളുണ്ട്, മക്കളോട് പറഞ്ഞു കൊടുക്കണം. ലുഖ്മാൻ തന്റെ മകനോട് പറഞ്ഞ സന്ദർഭം, അദ്ദേഹം ഉപദേശിക്കുകയായിരുന്നു മകനെ, യാ ബുനയ്യ, മോനെ, ലാ തുശ്രിക് ബില്ലാഹ്. ഈ ഏറ്റവും വലിയ ഉപദേശം ഇതാണ്, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിനെ ശിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക ലമുൽമുൻ അദീം, തീർച്ചയായും ശിർക്ക് മഹാപാതകമാണ്, വലിയ അക്രമമാണ്. മദ്രസയിൽ വന്ന് തൗഹീദിന്റെ മദ്രസ, സൽഫി മദ്രസ, അതിൽ വന്ന് കുട്ടി വന്നു ഉസ്താദന്മാര് പറഞ്ഞു കൊടുത്ത് അള്ളാഹു അല്ലാത്തവരെ പ്രാർത്ഥിക്കുന്ന അള്ളാഹുലവർ തേടുന്ന ക്ലാസ്സിലേക്കൊന്നും പോകാൻ പാടില്ല. നമ്മുടെ രക്ഷിതാക്കൾ പലപ്പോഴും പലരും ഇതിനെ കൂട്ടി പോക്കാണ്. മാമാന്റെ ആണ്ട്, അച്ഛൻ്റെ ആണ്ട്, മറ്റാളാണ്ട്. അപ്പൊ ഈ ഉസ്താദന്മാരോട് പറഞ്ഞു കൊടുക്കുന്നതല്ല മക്കൾ പഠിക്കുന്നത്. നാം എന്താണോ പ്രവർത്തിപ്പിക്കുന്നത് അതാണ് അവർ പഠിപ്പിക്കുന്നത്. ഏതൊരാശയത്തിന് വേണ്ടിയാണോ നാം നിലകൊള്ളുന്നത് അതിന് നേരെ വിരുദ്ധമായി എല്ലാ ശുദ്ധ ഖുറാഫത്തിലേക്കും ഒരു ഉത്സവം എന്ന രീതിയിൽ മക്കളെ കൂട്ടി ഇങ്ങനെ പോകും. പിന്നെ രാഷ്ട്ര വലുതായിട്ട് പറഞ്ഞ കേൾക്കുന്നില്ല, അത് കേൾക്കില്ല. എന്തുകൊണ്ട്? നാം അത് അവന് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. മാതാപിതാക്കളോട് നന്മ ചെയ്യണം, അത് പഠിപ്പിച്ചു കൊടുക്കണം. നാം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കണം, മദ്രസയിലേക്ക് അയക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്കൂളിൽ പോകണം, നല്ലത് തന്നെയാണ്. മതവിദ്യാഭ്യാസവും ഈ ലൗകിക വിദ്യാഭ്യാസവും ഒരു വാഹനത്തിന്റെ, ഒരു സൈക്കിളിന്റെ 2 ചക്രം പോലെയാണ്. ചെറുപ്പത്തിൽ ഞങ്ങൾ ഉസ്താദന്മാരെ ഞങ്ങൾ പറഞ്ഞു തന്നാണ്, ഏതെങ്കിലും ഒരു ചക്രം പൊട്ടിയാൽ മുന്നോട്ടുള്ള ഗമനത്തിന് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നാം യാ ബുനയ്യ,
ഓ മോനെ, നീ ചെയ്യുന്ന ഒരു കാര്യം അത് കടുകുമണിയോളമാണെങ്കിലും അതൊരു പാറയുടെ ഉള്ളിലായാലും അല്ലെങ്കിൽ ആകാശത്തിലായാലും അല്ല ഭൂമിയിലായാലും അത് അള്ളാഹു കൊണ്ടുവരും. അള്ളാഹു അതിന്റെ പ്രതിഫലം തരും, അള്ളാഹു അതിന്റെ ശിക്ഷ തരും. അള്ളാഹു ഗൂഢമായതും സൂക്ഷ്മമായതും അറിയുന്നവനാകുന്നു. മക്കൾക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള ബോധം ഉണ്ടാക്കി കൊടുക്കണം. ആ ബോധം ഉസ്താദുമാരെക്കാൾ കൂടുതൽ രക്ഷിതാക്കളായ നമ്മളാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അവർക്ക് കിട്ടുന്ന സമയം വളരെ കുറവാണ്. ആ സമയത്ത് പലതും കുറേ പുസ്തകങ്ങളും കുറേ പാഠങ്ങളും സിലബസ് തീർക്കലും അത് മാത്രമേ അവിടെ നടത്തിയുള്ളൂ. ഇത് പരിചയപ്പെടുത്തേണ്ടത്, പ്രവർത്തിക്കേണ്ടത് അത് നമ്മളാണ്. അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. നല്ല ശീലങ്ങൾ കൽപ്പിക്കുക, നല്ലത് കൽപ്പിക്കണം മക്കളോട്. നല്ല ശീലങ്ങൾ കൽപ്പിക്കുക, ദുശ്ശീലങ്ങൾ തിരുത്തുക. വേണ്ടാത്ത ശീലങ്ങൾ ഉണ്ടെങ്കിൽ, ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അത് തിരുത്തുക. അത് മാതാപിതാക്കളുടെ കടമയാണ്. യാ ബുനയ്യ, ലുഖ്മാൻ പറഞ്ഞു കൊടുക്കുകയാണ് അലൈഹിസ്സലാം, അഖ്മിസ് സ്വലാത്ത, നീ നിസ്കാരം മുറ പോലെ അനുഷ്ഠിക്കുക. വഅ്മുർ ബിൽ മഅറൂഫി, നീ നന്മ കൽപ്പിക്കുക. വൻഹ അനിൽ മുൻകരി, നീ തിന്മ ദുരാചാരം നീ വിരോധിക്കുക. ചെറിയ മകനോട് പറഞ്ഞു കൊടുക്കാൻ, നല്ലതിന് നീ എല്ലാവർക്കും പറയണം, തിന്മ ചെയ്യരുത് എന്ന് പറയണം. ചെറിയ മക്കളോട് ഉപദേശിക്കുകയാണ്. വസ്ബിർ അലാ മാ അസാബക, നിനക്ക് വല്ല ആപത്തും വന്നാൽ, വല്ല ബുദ്ധിമുട്ടും വന്നാൽ, വസ്ബിർ, നീ ക്ഷമിക്കണം. എന്തെങ്കിലും വല്ല ബുദ്ധിമുട്ടും വന്നു, വല്ല ആപത്തും വന്നു, അപ്പൊ നീ ക്ഷമിക്കണം. കുട്ടി ക്ഷമിക്കാൻ തയ്യാറാണ്, പലപ്പോഴും രക്ഷിതാക്കൾ ക്ഷമിക്കാൻ തയ്യാറാണ്. എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടായി മറ്റൊരു കുട്ടിനോട്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, ചെറുതൊന്നുണ്ടായി, എന്നാ മക്കളോട് ക്ഷമിക്കാൻ പറയുന്നതിന് പകരം പലപ്പോഴും നാം തന്നെ മുൻകൈ എടുത്ത് അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി പുറപ്പെടും. ഈ കുട്ടി ഇത് കണ്ട് മനസ്സിലാക്കുക. ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ഒന്ന് വന്നെങ്കിൽ ക്ഷമിക്കാനില്ല, പിന്നെ അതിന് പ്രതികാരം ചെയ്യലാണ് വിധി എന്ന് കുട്ടി മനസ്സിലാക്കി. ചെറിയ കാര്യങ്ങൾ നാം ഉദ്ദേശിക്കുന്നത് ചെറുതല്ലേ എന്ന്, മറ്റേ ഈ മക്കളുടെ മനസ്സിൽ അത് വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് നാം തിരിച്ചറിയുക. അഹ്മദ് ഹംബൽ റളിയല്ലാഹു അൻഹു മക്കളെ രാത്രി നിസ്കരിക്കാൻ വിളിക്കുമായിരുന്നു. രാത്രി ഇങ്ങനെ നിസ്കരിക്കാൻ വിളിക്കും. മക്കളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ നാം സന്നദ്ധരാകണം. പലപ്പോഴും ഉദാഹരണം നാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതേ മിമ്പറിൽ വെച്ച് നാം രാത്രി കിടന്നിറങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മുടെ വീടിന് തീ പിടിച്ചു എന്ന് സങ്കല്പിക്കുക. പെട്ടെന്ന് തീ പിടിച്ചു, ഷോർട്ട് സർക്യൂട്ടായി തീ പിടിച്ചു സങ്കല്പിക്കുക. നാം എഴുന്നേറ്റോടുമ്പോൾ നമ്മുടെ മക്കളും അവിടെ ഉറങ്ങുന്നുണ്ട്. നാം ആദ്യം എന്ത് ചെയ്യും? ഈ മക്കളെ രക്ഷപ്പെടുത്താൻ നോക്കും. മക്കളെ പിടിക്കാതെ നാം മാത്രം ഈ തിരുന്ന് രക്ഷപ്പെടുവാൻ ഓടി പോകുമോ? ഇല്ലല്ലോ, നമ്മുടെ മക്കൾ അവിടെ ഉറങ്ങിയാണ്. സുബഹി വാങ്കെടുക്കാണ് പള്ളിയിൽ നിന്ന്. ഈ തീയിൽ നിന്ന് രക്ഷപ്പെടുക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയാണ് നാം പള്ളിയിലേക്ക് പോകുന്നത്. മക്കൾ നല്ല ഉറക്കിലാണ്. ഉമ്മാന്റെ ഒരു ഉപദേശം പലപ്പോഴും, ചെറുതല്ലേ, സ്കൂളിൽ പോകാനൊക്കെ ഉറങ്ങട്ടെ, ഉറങ്ങി. അവസാനം എന്ത് സംഭവിക്കും? ഈ വീട്ടിൽ തീ പിടിക്കുമ്പോൾ നമ്മളങ്ങനെ പറയും, ഉറങ്ങട്ടെ, ചെറിയ ചെക്കനല്ലേ, ഉറങ്ങട്ടെ എന്ന് പറയാം. എങ്ങനെയും നാം രക്ഷപ്പെടുത്തുവാൻ നാം ശ്രമിച്ചുകൊണ്ട് അപ്പോൾ എപ്പോഴും നമ്മുടെ മുമ്പിൽ വേണം. ആ നരകവും സ്വർഗവും നമ്മുടെ മുമ്പിൽ വേണം. മക്കളെ ഉപദേശിക്കുമ്പോൾ, മക്കൾക്ക് വേണ്ടി നാം എന്തെങ്കിലും ചെയ്തു കൊടുക്കുമ്പോൾ. അതാണ് അല്ലാഹു സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളുക, നിങ്ങൾ അഹ്ലിനെയും കാത്തുകൊള്ളുക, ഞാൻ തീയിൽ നിന്ന് കാത്തുകൊള്ളുക, നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക. മലക്കുകളും കല്ലുകളുമാണ് അതിൽ കത്തിക്കപ്പെടുന്നത്, ഇന്ധനമാക്കപ്പെടുന്നത്. അലൈഹ മലായികത്തും ശിദാദും പലിശ സ്വഭാവക്കാരായ മല്ലന്മാരായ മലക്കുകളുണ്ടവിടെ. അവർക്ക് മനസ്സറിവില്ല. അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അവർ ചെയ്യും. ആരും കഴിഞ്ഞത് കൊണ്ടോ വെപ്രാളപ്പെട്ടത് കൊണ്ടോ അവിടെ ഒരു കാര്യവുമില്ല. അവരോട് എന്താണോ കൽപ്പിച്ചത് അവർ ചെയ്യും. മല്ലന്മാരായ പരുക്കന്മാരായ മലക്കുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളെ മക്കളെ കാത്തുകൊള്ളുക, നമ്മളെ അഹ്ലിനെ കാത്തുകൊള്ളുക എന്ന് അല്ലാഹു പറയും. മക്കൾക്കിടയിൽ നാം നീതി പാലിക്കണം. ഒന്നിലധികം മക്കളുണ്ടെങ്കിൽ ഒരാൾക്ക് കൂടുതൽ പരിഗണന നൽകുകയും മറ്റേയാളെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ മറ്റേയാൾ വലുതാകുമ്പോൾ എന്തായാലും നമ്മുടെ ശത്രുക്കളായി മാറും. ചെറുപ്പത്തിൽ എല്ലാം പിതാവ് നൽകിയത്, മാതാവ് നൽകിയത് ഇന്നവനാണ്, അതുകൊണ്ട് എനിക്ക് ഒന്നും നൽകിയിട്ടില്ല, എന്നോടൊരു സ്നേഹം കാണിച്ചിട്ടില്ല
അതുകൊണ്ട് മാതാപിതാക്കളുടെ പെരുമാറ്റവും അങ്ങനെ മതി എന്ന് മക്കളും തീരുമാനിക്കും. അതിന്റെ കാരണക്കാർ നാം പലപ്പോഴും അവരോട് നീതി കാണിക്കാത്തത് കൊണ്ടാണ്. എന്തായാലും മക്കളുടെ കാര്യത്തിൽ ഒരു മക്കൾക്ക് നാം നൽകേണ്ടുന്ന ഏറ്റവും വലിയ സമ്മാനം അവർക്ക് മതപരമായ അദബ് പഠിപ്പിക്കുക, ഇൽമ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഇൽമ പഠിപ്പിക്കുവാൻ എല്ലാവരും തയ്യാറാണ്, ചെറുതും വലുതും ഒക്കെ. ചെറിയ മക്കൾക്ക് മാത്രമല്ല ഇൽമ വേണ്ടത്, വലിയവർക്കും ഇൽമ വേണം, വലിയ ആളുകൾക്കും ഇൽമ വേണം, യുവാക്കൾക്കും ഇൽമ വേണം, എല്ലാവർക്കും ഇൽമ വേണം. നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഇൽമ് അത് ചെറിയ മക്കൾക്ക് പഠിക്കാം, ഖുർആൻ അത് ചെറിയ കുട്ടികൾക്ക് പഠിക്കാനുള്ളതാണ്. ചെറുതിനും വലുതിനും വയസ്സന്മാർക്കും യുവാക്കൾക്കും എല്ലാവർക്കും യുവതികൾക്കും ഒക്കെ ഉള്ളതാണ് ഈ ഇൽമ് എന്നുള്ളത്. അതുകൊണ്ട് നാം അതിന് കൂടുതൽ മഹത്വം നൽകുക, നാഫിയായ ഇൽമിന് വേണ്ടി നാം കൂടുതൽ പ്രവർത്തിക്കുക. നമ്മുടെ മക്കളെ ശരിയായ രീതിയിൽ മദ്രസയിലും സ്കൂളിലും ഒക്കെ അയക്കുക. അവർക്ക് ഉപകാരപ്രദമായ ഇൽമ്, നാം പഠിച്ച ഇൽമ് ഉപകാരപ്രദമാകാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യുക. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا. അല്ലാഹുവേ, എനിക്ക് നീ നൽകിയ ഇൽമിൽ എനിക്ക് നീ ഉപകാരം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുക. ഉപകാരമുള്ളത് പഠിപ്പിക്കണമേ, പഠിച്ചത് കൊണ്ട് എനിക്ക് ഉപകാരം നൽകുകയും ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനകൾ നാം നിർവഹിക്കുക. എല്ലാ കാര്യത്തിലും നാം വർദ്ധനവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ജാസ്തി തരണേ എന്ന്. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറഞ്ഞ ഒരു കാര്യം കൂടുതൽ ചോദിക്കാൻ വേണ്ടിയാണ്, റബ്ബി സിദ്നി ഇൽമ. അള്ളാഹുവേ, എനിക്ക് നീ ഇൽമ വർദ്ധിപ്പിച്ചു തരണമേ. നമ്മുടെ മക്കൾക്കും നല്ല ഇൽമ നാം കൊടുക്കണം. പ്രത്യേകിച്ചും അവിടെ മതപരമായ വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകിക്കൊണ്ട് മക്കളെ മതവിദ്യാഭ്യാസത്തിന് വേണ്ടി നാം പ്രേരിപ്പിക്കുകയും അതിന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മളെയും നമ്മുടെ മക്കളെയും ഒക്കെ ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിശ്വാസികളെ മുത്തഖീങ്ങളായി കൊണ്ട് നയിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ മക്കളെ അതിനു വേണ്ടി നാം പ്രോത്സാഹിപ്പിക്കുകയും അവർ മുത്തഖീങ്ങളാകാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യുക. അള്ളാഹു നാം ഏവരെ മുത്തഖീങ്ങൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ച മക്കൾക്ക് വേണ്ടി, വജഅൽനാ ലിൽമുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് ഞങ്ങളെ നീ ഇമാമാക്കണമേ, നേതാക്കന്മാരാക്കണമേ. നമുക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹം നമ്മുടെ മക്കൾക്ക് ലഭിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കുകയും വേണം. പെൺമക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം. ആൺമക്കളുടെ കാര്യത്തിലും പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം, പെൺമക്കളുടെ കാര്യത്തിലും ശ്രദ്ധ ചെലുത്തണം. ഇന്നലെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുള്ള ഒരു പെൺകുട്ടി, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും കടലിൽ ചാടി, രണ്ടും ആത്മഹത്യ ചെയ്തു. 9ാം ക്ലാസ്സാണ്, 14 വയസ്സാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ചെറിയ കുട്ടികളാണ്. മൊബൈൽ ഫോൺ രക്ഷിതാക്കൾ നൽകിയില്ല, ചാറ്റിംഗ് ആക്കാൻ മൊബൈൽ ഫോൺ രക്ഷിതാക്കൾ നൽകിയില്ല, ഇവരോട് മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചു എന്നാണ് കാരണം. ഇപ്പൊ ലോകം എവിടെ എത്തി എന്ന് നാം ചിന്തിക്കുക. ഇന്ന് നാം മറ്റുള്ളവരുടെ വാർത്തകൾ വായിക്കുമ്പോൾ ഇതേ വാർത്ത നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ വീട്ടിലേക്കും എത്തും, നമ്മുടെ നാട്ടിലേക്കും എത്തും. അതുകൊണ്ട് നാം ജാഗ്രതരാകണം. മക്കൾക്ക് നല്ല ഉപദേശങ്ങൾ നൽകി, മതപരമായ ഭയവും ഭക്തിയും അവർക്ക് നൽകി, മതപരമായ അറിവ് നൽകി അവരെ പഠിപ്പിക്കുക. പ്രത്യേകിച്ചും പെൺമക്കളുടെ കാര്യത്തിൽ നാം കൂടുതൽ ശ്രദ്ധിച്ചാൽ പെൺമക്കൾ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹങ്ങളാണ്. ഒരാൾക്ക് 3 പെൺമക്കളുണ്ടായി. നല്ല നിലയിൽ അവനെ വളർത്തി, നല്ല ഭക്ഷണം കൊടുത്തു, നല്ല നിലയിൽ വളർത്തി. അങ്ങനെ ആയാൽ ഒന്നാം റസൂൽ പറയാണ്, ആ മക്കൾ നരകത്തിൽ നിന്ന് ഇവന്റെ ഒരു ഹിജാബാണ്, ഒരു മറയാണ് എന്ന്. പെൺമക്കൾ എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ്. പെൺമക്കളുടെ വളർത്തുക എന്നുള്ളത് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ആ പെൺമക്കളുടെ കാര്യം പ്രത്യേകം പറഞ്ഞത്. നാം ശ്രദ്ധിക്കുക. നമ്മുടെ ചെറിയ അശ്രദ്ധ വലിയ ദുഃഖത്തിന് പിന്നീട് കാരണമായി തീരും. മക്കൾക്ക് വേണ്ടി
നാം സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നത് പോലെ തന്നെ അവരുടെ ആഹാര വിജയത്തിന് വേണ്ടി നാം പ്രയത്നിക്കുക. ഇല്ലെങ്കിൽ മക്കൾ മാത്രമല്ല നാമും പരാജയപ്പെട്ടു പോകും. നാളെ മഹ്ശറിലെത്തിയാൽ നമ്മുടെ മക്കൾ നമുക്കെതിരെ പ്രാർത്ഥിക്കും, നമുക്കെതിരെ ശാപവാക്കുകൾ പറഞ്ഞു തരികയും പറയും, എൻ്റെ മാതാപിതാക്കളാണ് ഈ കോലത്തിൽ എന്നെ എത്തിച്ചത്, എനിക്ക് തരുന്നതിൻ്റെ ഇരട്ടി ശിക്ഷ അവർക്ക് നൽകണേ എന്ന് നമ്മുടെ മക്കൾ തന്നെ മഹ്ശറിൽ നമുക്കെതിരായി സാക്ഷി പറയും. അതുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മയും നമ്മുടെ മക്കളെയും ഒക്കെ നന്മയിലാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين.